ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോയാണ്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. കഴിഞ്ഞ ദിവസം ഞാൻ കാട്ടിക്കൂടൊക്കെ വന്നപ്പം കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടില്ലായിരുന്നോ, അന്നെടുത്ത വീഡിയോ കേട്ടോ. പക്ഷേ അന്ന് മൊത്തവും കൂടെ വീഡിയോ ഇടാൻ പറ്റിയില്ല. എഡിറ്റ് ചെയ്തൊക്കെ വരണമെങ്കിൽ കുറച്ച് സമയം വേണമല്ലോ. അന്ന് വീഡിയോ ഇട്ടപ്പോൾ തന്നെ കുറേ താമസിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് മാറ്റിയതായിരുന്നു കേട്ടോ. ഇവിടെ മയിൽ കരയുന്നതൊക്കെ കേൾക്കാം. കുറേ പക്ഷികളൊക്കെ കരയുന്നുണ്ട്. പക്ഷേ അമ്പലത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടുത്തെ സൗണ്ടുകളൊന്നും ഇടാൻ പറ്റത്തില്ല കേട്ടോ. ഇവിടെ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ സമയം പോകുന്നൊന്നും അറിയത്തില്ല കേട്ടോ. അത്രയ്ക്ക് ഭംഗിയാണ്. പിന്നെ പണി കഴിഞ്ഞ് പോകുന്ന ആൾക്കാരെയൊക്കെ കാണാം. ഇവിടെ ഒരുപാട് ദൂരം നടക്കാനുണ്ട്. കാണാനൊക്കെ നല്ല രസമുള്ള സ്ഥലമാണ്. പക്ഷേ രാത്രിയാകുമ്പോൾ ആനയൊക്കെ ഇറങ്ങുന്നതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് സമയമൊന്നും അവിടെ നിന്നില്ല കേട്ടോ. കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് തിരിച്ചു പോരുകയാണ് ചെയ്തേ. ഇതാട്ടോ അമ്പലം. ചേട്ടായി എന്നോട് പറഞ്ഞത് അമ്പലത്തിലെ ഉത്സവവും പിന്നെ സ്റ്റേജിൽ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഇവിടെ വയലിൽ ഒരു സ്റ്റേജൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കൊയ്ത്തൊക്കെ കഴിയുന്ന സമയമാകുമ്പം എല്ലാവർക്കും വന്നിരിക്കാനൊക്കെ വയലിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ. വയലിൻ്റെ നടുഭാഗത്തായിട്ടാട്ടോ ഈ സ്റ്റേജ് ഉള്ളത്. ഇതാട്ടോ സ്റ്റേജ്. ഇപ്പോൾ കാടൊക്കെ പിടിച്ച് കിടക്കുക. ആ ഒരു സമയമാകുമ്പം എല്ലാം വെട്ടിത്തെളിച്ച് നല്ല വൃത്തിയാക്കിയൊക്കെ എടുക്കും. അപ്പോൾ ചുറ്റോട് ചുറ്റും ഇരുന്നാൽ എവിടെ ഇരുന്നാലും പരിപാടികളൊക്കെ കാണാം. ഒരുപാട് തുമ്പികളൊക്കെ പറന്നു പോകുന്നുണ്ട് കേട്ടോ. മഴയൊക്കെ ചെറുതായിട്ട് ചാറുന്നൊക്കെ ഉണ്ട്. ടാറിട്ട റോഡിൻ്റെ രണ്ട് സൈഡിലും കണ്ണെത്താ ദൂരത്തുള്ള വയലും പിന്നെ ഇവിടുത്തെ മരങ്ങൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി കേട്ടോ. റോഡ് സൈഡിലുള്ള മരങ്ങളൊക്കെ പിന്നെ പണി കഴിഞ്ഞ് പോകുന്ന ആൾക്കാരും എല്ലാം ആയിട്ട് വൈകുന്നേരം ഒരു പ്രത്യേക രസമാണ് ഇവിടെ. സാധാരണക്കാരായ നാട്ടുമ്പുറത്തുകാരാട്ടോ ഇവിടെ ഉള്ളതൊക്കെ. നൈറ്റും ഒക്കെ ഇട്ട്, അല്ലാതെ അങ്ങനെ ഒരുങ്ങിയൊന്നും പോകുന്ന ആൾക്കാരൊന്നും അല്ല. അതുകൊണ്ട് ഞാനും അങ്ങനെയൊക്കെ തന്നെയാട്ടോ ഇങ്ങോട്ടൊക്കെ വരാറുള്ളത്. നമ്മുടെ ഇവിടെയൊക്കെ കടകളിൽ സാധനം മേടിക്കാനും പാല് മേടിക്കാനും ഒക്കെ എല്ലാവരും നൈറ്റിയൊക്കെ ഇട്ട് അങ്ങനെ അങ്ങ് പോകുക കേട്ടോ ചെയ്യുന്നത്. ടൗണിലേക്കൊക്കെ പോകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ ഒരുങ്ങി നന്നായിട്ടൊക്കെ പോകും. ഇവിടെ ഒരു ക്രാവുണ്ട്. കുഞ്ഞിപ്പെണ്ണ് അതിനെ കണ്ടിട്ട് പേടിച്ചൊരൊറ്റ ഓട്ടം. അപ്പോൾ ചേട്ടായി അതിനെ തൂത്തും തലോടിയൊക്കെ കാണിച്ചു കൊടുക്കുക. പേടിക്കണ്ട, പാവം എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ. ചേട്ടായിക്കും എനിക്കും ഒക്കെ ഇഷ്ടം കേട്ടോ പശുക്കളും വയലും കൃഷിയും ഒക്കെ. കുഞ്ഞിപ്പെണ്ണിന് പിന്നെ പശുവിനെ ആടിനെ ഒന്നും കണ്ടുള്ള പരിചയമൊന്നുമില്ലല്ലോ. ഇന്നാൾ വയലിൽ പോയപ്പോൾ ആടിനെ കണ്ടപ്പോഴും ഇതുപോലെ തിരിഞ്ഞു ഓടിയായിരുന്നു കേട്ടോ. അക്കുന് പിന്നെ നമ്മൾ അപ്പുറത്ത് വാടകയ്ക്ക് താമസിച്ച സമയത്ത് അവൾ കുഞ്ഞായിരിക്കുമ്പം ആടിനെയൊക്കെ വളർത്തിയതുകൊണ്ട് അവൾക്കതൊക്കെ നല്ല പരിചയമാണ്. കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോരാൻ വേണ്ടി പോകുന്നതാട്ടോ. പക്ഷേ തിരിച്ച് പോരാൻ തോന്നില്ല, നല്ല രസം. അപ്പോൾ ഞാൻ ആ കലുങ്കൽ കുറച്ച് സമയം ഇരുന്ന് ഒന്നും കൂടെ ഒക്കെ ചുറ്റോട് ചുറ്റും നോക്കി. അതൊക്കെ കഴിഞ്ഞ് പിന്നെ തിരിച്ച് പോരുവാണേ. പോരുന്ന വഴിക്ക് വഴി സൈഡിൽ നല്ലൊരു പൂച്ചെടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉണങ്ങിയ അരിയൊക്കെ ചേട്ടായി പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് നടുവൊക്കെ വേണം. നല്ല ഭംഗിയില്ലേ ആ പൂവ് കാണാൻ വേണ്ടിയിട്ട്. ഇന്നലെ വഴിയിലൊക്കെ കുറച്ച് പുല്ലായിട്ടുണ്ടായിരുന്നേ. അതൊക്കെ ഒന്ന് ചെത്തി കോരി വൃത്തിയാക്കലൊക്കെ ആയിരുന്നു. വേറെ പ്രത്യേകിച്ച് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ സാധാരണ വീട്ടിൽ നമ്മൾ ചെയ്യാറുള്ള പണികളൊക്കെ തന്നെയായിരുന്നു. അടിക്കലും വാരലും തുടയ്ക്കലും തുണി അലക്കലും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് വീഡിയോകളൊന്നും എടുത്തില്ല കേട്ടോ. ഇരിക്കുന്ന ഇരിപ്പിൽ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് മഴയും പെയ്യുന്നുണ്ട്, പെട്ടെന്ന് വെയിലും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു തലയിലൊരു തോർത്തൊക്കെ എടുത്ത് കെട്ടിയിട്ടുണ്ട്. കുളിച്ചിട്ടൊന്നും കെട്ടിയതല്ല കേട്ടോ. മഴയും വെയിലും ഒക്കെ ഇങ്ങനെ മാറി മാറി വരുന്നത് കൊണ്ട് തലയിലൊരു തോർത്ത് കെട്ടിയെന്നേ ഉള്ളൂ. പിന്നെ എനിക്കിങ്ങനെ തലയിൽ തോർത്ത് കെട്ടുമ്പോഴാണ് പണിയെടുക്കാൻ എന്തോ ഒരു സ്പീഡ് കിട്ടുന്ന പോലൊക്കെ തോന്നാറുണ്ട്. തുണി അലക്കുമ്പോഴും പിന്നെ അടിച്ചു വാരുകയും ഒക്കെ ചെയ്യുമ്പോഴും ഒക്കെ ഞാൻ ഇതുപോലെ തലയിൽ മിക്കവാറും തോർത്ത് കെട്ടാറുണ്ട്. ചെടിച്ചട്ടികളെല്ലാം ഞാനിവിടെ നിന്ന് മാറ്റിയിട്ട് ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കുക കേട്ടോ. പിന്നെ ഉണങ്ങിയതും പഴുത്തതുമായിട്ടുള്ള ഇലകളൊക്കെ പറിച്ച് കളയുന്നുണ്ട്. എന്നിട്ട് എല്ലാം ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കുക. ഒരുപാട് ചെടിച്ചട്ടികൾ ഈ മുറ്റത്ത് വെക്കുമ്പം മുറ്റത്ത് തീരെ സ്ഥലമില്ലാത്ത പോലെ തോന്നിയിട്ട് ഞാൻ കുറച്ച് ചട്ടികളെല്ലാം എടുത്തിട്ട് അപ്പുറത്ത് സൈഡ് വഴിയെല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് അടിച്ചു വരാൻ വേണ്ടി നിന്നത്. ചേട്ടായി കുറേ നാളായി എന്തോ ഒരു സ്റ്റാൻഡ് പോലൊക്കെ അടിച്ചിട്ട് ചെടിച്ചട്ടികളൊക്കെ വെക്കണം എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട്. ഇതുവരെ അതിന് നേരം കിട്ടിയിട്ടില്ല കേട്ടോ. കുഞ്ഞിപ്പെണ്ണ് വെള്ളം എടുക്കാൻ വേണ്ടി പോകുന്ന പോക്കാ, കളിക്കുക, കഞ്ഞിയും കറിയും വെച്ച് കളിക്കുവാണേ. അപ്പോൾ എൻ്റെ കണ്ണ് വെട്ടിച്ചിട്ട് പാത്രത്തിൽ വെള്ളം എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പോകുന്നതാണ്.
കുഞ്ഞിപ്പെണ്ണിൻ്റെ ഒക്കെ സ്കൂളിൽ ഇന്നിപ്പോൾ പ്രീ പ്രൈമറി കായികമേളയായിരുന്നേ. ഇന്നിപ്പോൾ കുറച്ച് കൂന്തളാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. അത്ര ചെറുതല്ല, ഒരുമാതിരി വലുപ്പമുള്ളതാണ്. അപ്പോൾ ഞാനിത് നന്നാക്കി എടുത്തിട്ടുണ്ട്. കൂന്തളിൻ്റെ തല പലരും പല രീതിയിലായിരിക്കുമല്ലേ നന്നാക്കുന്നത്. ഞാനിതിൻ്റെ ആ കണ്ണിൻ്റെ ഭാഗമില്ലേ അത് മുറിച്ച് കളഞ്ഞിട്ട് ഈ കൈയും കാലുമൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ കണ്ണിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഞെക്കിയിട്ട് ഇവിടുന്ന് നമുക്ക് ഒരു പല്ല് പോലത്തെ സംഭവം കിട്ടും കേട്ടോ. കുറച്ച് അഴുക്കും ഉണ്ടാവും, ഈ ഒരു പല്ല് പോലത്തെ സംഭവം ഉണ്ടാവും. ഇതെടുക്കാൻ കൊള്ളുന്നതല്ല, കളയാനുള്ളതാണേ. അപ്പോൾ ഈ കണ്ണിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഞെക്കുമ്പം ഇവിടുന്ന് ഇങ്ങനെ വലിച്ചെടുക്കാൻ കിട്ടും. നന്നാക്കിയ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അന്നേരം ഓർത്തില്ല. അപ്പോൾ ഇതാ ആ കണ്ണിൻ്റെ ഭാഗമൊക്കെ ചെത്തി കളഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 2 രീതിയിൽ മുറിച്ചെടുക്കും കേട്ടോ. ഈ കൂന്തൾ ഞാൻ ഒരു പ്രാവശ്യം കഴുകിയതേ ഉള്ളൂ, ഇനി കഴുകാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ വട്ടത്തിൽ മുറിച്ചെടുക്കണമെങ്കിൽ ഇതുപോലെ നടുഭാഗം കീറിയാൽ വട്ടത്തിൽ മുറിച്ചെടുക്കാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ സാധാരണയായിട്ട് ഈ നടുഭാഗമൊക്കെ കീറി കഴുകി വൃത്തിയാക്കിയിട്ടാണ് മുറിച്ച് കറി വെക്കുന്നത്. ഈ നടുഭാഗം മുറിക്കാതെ ഇതുപോലെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കൈവിരലിട്ടിട്ട് എല്ലാം ക്ലീൻ ചെയ്ത് എടുക്കുവാണെങ്കിൽ നമുക്ക് വട്ടത്തിൽ മുറിച്ചെടുക്കാൻ പറ്റും. കൂന്തൾ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഞാൻ ഉപ്പും മുളകും മഞ്ഞളും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് വെളിച്ചെണ്ണയിൽ വറക്കാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് കറി വെക്കുന്നത്. കൂന്തളായതുകൊണ്ട് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അടച്ച് വെച്ചിട്ട് വറുത്തെടുക്കുന്ന കേട്ടോ ഏറ്റവും നല്ലത്. അത് കഴിഞ്ഞിട്ട് ആ വറുത്തെടുത്ത എണ്ണയിൽ തന്നെ ഞാൻ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, എരിവ് കൂടുതൽ വേണമെങ്കിൽ. കൂന്തൾ വറക്കുമ്പം ഉപ്പ് ചേർത്തതായതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ചേർത്താൽ മതി കേട്ടോ, ഒരുപാട് ചേർക്കണ്ട. കറിവേപ്പിലയും മല്ലിയിലയും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് കുറച്ച് ഇറച്ചി മസാലയും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് തക്കാളി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുവാണ്. അത് കഴിഞ്ഞിട്ട് വറുത്ത് വെച്ച കൂന്തൾ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. കുറച്ച് ചൂടുവെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. കൂന്തൾ ഒരു 3/4 ഭാഗം വേവേ ആയിട്ടുള്ളായിരുന്നു. ഇനി ബാക്കി മസാല കിടന്ന് വെന്ത് വരട്ടെ. കൂന്തൾ റോസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ മുറ്റമൊക്കെ അടിച്ച് വരാനുണ്ട്, ചെടിക്ക് വെള്ളം ഒഴിക്കാനുണ്ട്. കച്ചാരക്കളി ഉണ്ടായിരുന്നു, കച്ചാരോട്ടില്ലേ. പൈപ്പ് വാങ്ങണം അല്ലേ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ? നമ്മുടെ തൊട്ടടുത്തുള്ള വീട്ടിൽ വീട് പണിയൊക്കെ കഴിഞ്ഞ് അവർ താമസിക്കാൻ വേണ്ടി വരുവാ കേട്ടോ. അപ്പോൾ പന്തലൊക്കെ ഇടുന്നുണ്ട്. കയറിക്കൂടലൊക്കെ ആയതുകൊണ്ട് അവിടെ പണിയൊക്കെ എന്തായെന്ന് നോക്കാൻ വേണ്ടി ഞാൻ വെറുതെ ഒന്ന് കയറിപ്പോയതാ. ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.